ഇന്ന് നമ്മൾ ലുസൈലിലുള്ള പ്രോഗ്രാം കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഇതാ അവിടെ പാർക്ക് ചെയ്തു, നമ്മളെ ബാക്കിൽ അവിടെ പാർക്ക് ചെയ്തു. അതുപോലെ ഇതാ അൽബേക്കിൻ്റെ ഇതാണ് കാണുന്നത്, അൽബേക്കിൻ്റെ പാർക്കിങ്ങിലാണ് നിർത്തിയിട്ടുള്ളത്. ഇനി ഇവിടേക്ക് പോവാണ്, മറ്റേ മെട്രോയിലേക്ക്. അപ്പോൾ മെട്രോ ഇതാ ഇതിൻ്റെ അപ്പുറത്താണ് കാണുന്നത്. അപ്പോൾ മെട്രോ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ അൽബേക്കിൻ്റെ അടുത്തുള്ള മിസൈലിലുള്ള മെട്രോ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് നേരെ ലുസൈലിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഇവിടെ കോർണേഷനിൽ എത്തിയിട്ടോ. കോർണേഷനിൽ എത്തിയിട്ടുള്ള കാഴ്ചയാണ്. അവിടെയാണ് ആ ഇതിൻ്റെ ഭാഗത്താണ് നമ്മൾ ഇതിറങ്ങിയത്, മെട്രോ ഇറങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നു ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ. എന്നും കോർണേഷനിൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്ന ഇവിടെ ചായ കുടിക്കാനുള്ള സൗകര്യങ്ങൾ. കുറേ ആളുകൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്, കുറേ ആളുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, പിന്നെ ടിക്ടോക്ക്, അങ്ങനെ എല്ലാവരും ഓരോരുത്തരും ഒരുപാട് വലിയ വലിയ പ്രമുഖരും പല രീതിയിലുള്ള പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെ കുറേ ആളുകൾ വന്നുകൊണ്ടിരിക്കണേ. നമ്മളെ ചൗധരി ഉണ്ട് ഇവിടെ, ചൗധരിയാണ് നമ്മളെ മുദീർ കേട്ടോ. ഓരോരുത്തരങ്ങനെ ഇരുന്ന് ചായ കുടിക്കണ്, ഹുക്ക വലിക്കണ്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിലെങ്ങനെ കോർണേഷൻ്റെ ഈ ഏരിയ മൊത്തം എല്ലാ ഭാഗവും അങ്ങനെ അതിൻ്റെ കിടക്കാണ്. പിന്നെ മീഡിയാസ് കണ്ടോ, ക്യാമറ സൗകര്യങ്ങളൊക്കെ ഓരോ ഇതിലും ഓരോ മീഡിയാസും സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീര പരിപാടികളുണ്ട്. ഡെയിലി പ്രോഗ്രാംസാണ്. നമ്മൾ ഇയാളുണ്ട്, ഇയാൾ ഇന്ന വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഴ്ച, അതായത് വേൾഡ് കപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അവിടെ എന്തോ പ്രോഗ്രാം എടുക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. അപ്പോൾ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇത് സൂക്കാണ് കേട്ടോ. പഴയ രീതിയിൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു സൂക്കാണ്. ചൗധരി एक मिनट इधर आओ, उधर एक प्रोग्राम चलता है, 1 मिनट. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ, അവിടെയൊക്കെ നല്ല നല്ല മാർക്കറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പലതരത്തിലുള്ള പലചരക്ക് മാർക്കറ്റുകളാണ് കേട്ടോ. അത് ഹോൾസെയിൽ ഒക്കെ ആയിട്ടുള്ള കണ്ട. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആകൃതി കണ്ട, ഇതിങ്ങനെ തേച്ചത് ശരിക്കും എന്തോ ഒരു തേച്ചൊട്ടിച്ച പോലെ, ഇങ്ങനെ ഒരു പഴയകാല എന്താണ് ഇവിടുത്തെ ഒരു സാംസ്കാരികമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ഒരു നിർമ്മിതി അല്ലേ. അവിടെ നിന്നുള്ള കാഴ്ചയാണിത്. മുന്നിലൊക്കെ ഗംഭീര ലക്ഷറി ഹോട്ടൽസ്. അപ്പോൾ അതൊക്കെ ഹോൾസെയിലിൻ്റെതാണ്. ചൗധരി ഇവിടെ എന്തോ സാധനം എടുക്കാൻ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു സൂക്ക്, ഇതിൻ്റെ ഒക്കെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. അതിങ്ങനെ ഈ ഒരു പഴയ രീതിയിലുള്ളൊരു ബിൽഡിങ്, അതിൻ്റെ മേലൊക്കെ കണ്ടോ, ആ രീതിയിലുള്ള 4 ഭാഗത്തും ഒരുപാട് സ്പൈസസിൻ്റെ ഷോപ്പുകളുണ്ട്, ടീ ഷോപ്പുകളുണ്ട്, അതേപോലെ ഹോൾസെയിൽ ഐറ്റംസ്, പല സൈക്കിളുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടുതലും ഹോൾസെയിലാണ്. ഇതിലിപ്പോൾ ഈ സമയത്ത് നല്ല ആളുകളുണ്ട്. അതിന് പ്രധാന കാരണം ഈ വേൾഡ് കപ്പിൻ്റെ അതുകൊണ്ട് തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് പുറത്തുനിന്നും ഇവിടുത്തുള്ള ആളുകളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ നല്ല തിരക്ക്. ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ ചായ കുടിക്കുന്നോട് നല്ല തിരക്കാണ്. ഇതാണ് നമ്മളെ ചായ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, ചായ കുടിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി വീണ്ടും ആ ഒരു ഗ്രൗണ്ടിലേക്ക് പുറത്തേക്ക് എത്തി. ഇവിടെ ഒരുപാട് വിദേശികൾ. ഇത് കണ്ട, ഇതിൻ്റെ വേൾഡ് കപ്പിൻ്റെ ജേഴ്സികളും അതിൻ്റെ സോവനീഴ്സും ഇതൊക്കെ ലഭിക്കുന്നൊരു ചെറിയൊരു ഷോപ്പാണ്. അങ്ങനെ ഒരുപാട് പലതരം വെറൈറ്റി ചായകളും കോഫികളും അതേപോലെ മാല, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ്, ഒരുപാട് ഷോപ്പുകളുണ്ട്. ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ നല്ല വൈബാണ് കേട്ടോ. ഇവിടെ പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് പ്രമുഖ മീഡിയാസും അതുപോലെ തന്നെ യൂട്യൂബേഴ്സും പല രീതിയിലുള്ള പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഫാൻസുകൾ അങ്ങനെ പോയിക്കൊണ്ട് കിട്ടോ. പല പല ഫാൻസുകളും സംഗമ കേന്ദ്രമാണിത്. ആളുകൾ ഇങ്ങനെ നിറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എരച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ജനങ്ങളാണ്. ഇത് എന്നുള്ളതാണ് കേട്ടോ, ഇന്നും ഇവിടെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാണ്. ഇപ്പോൾ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ഇതൊക്കെ ഉണ്ടോ അവിടേക്കുള്ള റെഡി. ഇതാണ് ഏറ്റവും വലിയ ഇത്, മിനി സ്ക്രീന്.
മിനി സ്ക്രീൻ അല്ല, ബിഗ് സ്ക്രീന്. അതായത് കളി ഇവിടെ നിന്ന് ഫാൻസിന് കാണാൻ പറ്റുന്ന രീതിയിൽ വലിയ രീതിയിലുള്ളൊരു സ്ക്രീൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ കണ്ട വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി. നമുക്കിനി അങ്ങോട്ടാണ് പോകാനുള്ളത്, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇത് കണ്ട അവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഖത്തർ. എല്ലാത്തിനും ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ ഒരു ആഘോഷത്തിമിർപ്പ് തന്നെയാവും ഇത്. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അത്രയും ഫാൻസുകൾ, പല രാജ്യങ്ങളുടെയും ഫാൻസുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രകടനമൊക്കെ ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ടീമും ഇങ്ങനെ ജാഥ ആയിട്ട് ഇങ്ങനെ പ്രകടനം വിളിച്ചു വരികയാണ് കേട്ടോ. ഓരോരുത്തർ ഉത്സവം തന്നെയാണ് കേട്ടോ ഇവിടെ. അതായത് വേൾഡ് കപ്പ് പ്രമാണിച്ചിട്ട് ഒരു ഉത്സവ ഭീതി തന്നെയാണ് കേട്ടോ. പല രാജ്യക്കാരും ഇപ്പോൾ ഈ എല്ലാവരും വന്നു തുടങ്ങിയല്ലോ. അതിൽ ഫാൻസുകളൊക്കെ അവരവരുടെ ടീം സെറ്റാക്കിയിട്ടാണ് പോകണം കേട്ടോ. വേണ്ട ഇത്രയും ജനങ്ങൾ. ഇവിടുത്തെ സൗകര്യങ്ങളാണ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പ്. കാഴ്ചകളാണെങ്കിൽ ഒന്നും പറയാനില്ലാത്ത കിടിലൻ കാഴ്ചകളും. കോർണേഷനിലാണ് ഇതുള്ളത് കേട്ടോ. അവിടെ കണ്ട അവിടെയൊക്കെ ഫാൻസിൻ്റെ ഗംഭീര പരിപാടി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇത് കണ്ട ഇവിടെയൊക്കെ പ്രോഗ്രാംസ് നടക്കുന്ന കണ്ടോ. അതായത് ഷൂട്ടിങ് നടക്കുന്നു, ഓരോ ചാനലുകളെ ഷൂട്ടിങ് കാര്യങ്ങൾ നടക്കുന്നു.
ഇതൊരു ഫാൻ. $200 ബില്യണാണ് ചെലവാക്കിയിരിക്കുന്നത്. ലോകത്ത് ആർക്കും താങ്ങാത്ത ചെലവാണല്ലേ, താങ്ങാത്ത ചെലവാണ് ഇവർ ചെലവാക്കിയിരിക്കുന്നത്. സൗദി അറേബ്യൻ്റെ ഉടുപ്പുണ്ട് ദൂരം ഇതൊക്കെ ചെലവാക്കിയത്.
Inaway nila yung backside, backside. Yeah.